ആ ശർമ്മേ, ആ ഗുമസ്തൻ ആളൊരു ത്വരപ്പനാ. എന്താണ് അവൻ അങ്ങനെ പറഞ്ഞത്? കിളവിയാണെങ്കിൽ ചാവുന്നുമില്ല. ചത്തിട്ട് ഈ വീട് സ്ഥലവും തുണ്ടത്തിൽ സ്വാമിക്ക് കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടാക്കാന്ന് വെച്ചാ അത് നടക്കൂല. ആ പൂതിന് വേണ്ടെന്നാ തോന്നുന്നത്. അതെന്താ? അതെ, അപ്പുറത്ത് പട്ടർ വന്നതിന് ശേഷം കിളവിക്ക് ആകെ മാറ്റാം. കളിയും ചിരിയൊക്കെയാ. പറഞ്ഞതുപോലെ കനകാഭിഷേകം വരും പോകുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയാ തെളുങ്കത്തി കൊച്ചി എല്ലാം അടിച്ചോണ്ട് പോവുന്നാ. ആ വെള്ളപ്പാറ്റ ഞാനും കണ്ടിരുന്നു. എന്തോ അബദ്ധത്തിലൊന്ന് ചോദിച്ചതാ. പച്ചയ്ക്ക് തെറി പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. 1, 2 അല്ല, 15 കൊല്ലായി കിടപ്പ് തുടങ്ങിയിട്ട്. കവലപ്പെടാതെ ചെല്ലാം. ഈ കിളവിക്ക് പാഷാണം വല്ലതും ഞാൻ കലക്കി കൊടുക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അയ്യോ, നേരം എടുത്തു. പോ നോക്ക്. പോ കണ്ണാ. കഥ കടച്ചേക്ക്. കൗസല്യ സുപ്രഭാതം. തുറക്കടി. അവരവിടെ നിൽക്കുന്നു. ക്ഷമിക്കണം. ഞാൻ പോന്നു. கதவு சாத்திட்டு போ. കൽപ്പാത്തി രഥോത്സവത്തിന് ഇനി കൃത്യമായി പറഞ്ഞ 7 നാൾ കൂടിയുള്ളൂ. പുരിയിലെ തേരോട്ടം ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 2-ാം നാളാണ് ജഗന്നാഥ പെരുമാളിന് തേരോട്ടം. അത് കഴിഞ്ഞ് രഥങ്ങളുടെ ഒരു തിരിച്ചുപോക്കുണ്ട്, ബഹൂത ജാത്ര. കാണേണ്ട കാഴ്ചയത്. ഏവം സാങ്കല്പ്യ ദേവാഞ്ചരഥപൂർവാം ക്രമാദജേത്. രഥം അതെല്ലാ ദൈവങ്ങളെയും ശിവസ്വരൂപമായും വിഷ്ണു സ്വരൂപമായും പ്രതിബിംബിക്കുന്നു. ചക്രങ്ങൾ സൂര്യചന്ദ്രന്മാരും രഥത്തിൽ കുടികൊള്ളുന്നത് മറ്റെല്ലാ ദേവന്മാരുമാണ്. രഥത്തെ നയിക്കുന്ന കുതിരകൾ 4 വേദത്തെ കുറിക്കുന്നു. ബ്രഹ്മദേവനാണ് ഈ രഥത്തെ നയിക്കുന്നത്. രഥത്തെ കയറുകൊണ്ടെടുക്കുന്ന ഭക്തജനങ്ങളുടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും ദൈവം പരിഹാരം നൽകുന്നു. മാത്രമല്ല അവർക്ക് പൂർണ്ണ അനുഗ്രഹവും ലഭിക്കുന്നു. പണ്ട് ചെറുപ്പകാലത്ത് അപ്പാക്കൂടെ ഞാനും കൽപ്പാത്തി വന്നിട്ടുണ്ട് കച്ചേരിക്ക്. പാട്ടുകാരനല്ലേ? ഏയ്, അതൊക്കെ ഒരു ഭാഗ്യല്ലേ. പാട്ടിന് മറ്റെന്തൊക്കെയോ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുമുണ്ട്, ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഹരി,
അക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? കവലപ്പെടാതെ. എന്നാലും അയാൾ എന്നോടിങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ചില മനുഷ്യരങ്ങനെയാ, പാപമേ ചെയ്യൂ. തെക്കേമഠത്തിലെ കൗസല്യ ഇത്ര ഭയങ്കരയാണെന്ന് ആരും അറിഞ്ഞില്ല. കൊറേ കാലായിട്ട് ഇങ്ങനൊരു സംബന്ധം ഉണ്ടായിരുന്നു അത്രേ. ആ പാവം ദേവമാളെ രണ്ടാളും ചേർന്നങ്ങ് അയ്യോ പെരുമാളെ. ഇപ്പൊ എവിടെയുണ്ട്? നാണക്കേട് സഹിക്കാൻ വയ്യാത്തോണ്ട് നാട് വിട്ടു പോയെന്നാ പറയണത്. സേലത്തുണ്ടെന്ന് സുപ്രൂനോട് ആരോ പറഞ്ഞത്രേ. ഇനി വരില്ലേ? വന്നിട്ട് എന്ത് കാര്യം? ഇനി എനിക്ക് അയാളെ വേണ്ട. എന്നെ വേണ്ടാത്തോണ്ടല്ലേ വേറൊരുത്തി തേടിപ്പോയത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ നന്നായിട്ട് ജീവിച്ചു കാണിക്കേ. ആ വടയക്ഷി കൗസല്യ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ദേവമാളെ, ഇവിടെ 1/2 ലിറ്റർ അല്ലേ? ഞാൻ അങ്ങ് പാല് വിൽപ്പന തുടങ്ങി. ജീവിക്കണ്ടേ? ആദ്യത്തെ 1-2 നാള് പ്രശ്നമായിരുന്നു. ഇപ്പൊ ഒക്കെ തരായി. തെക്കനെ കുറിച്ച് ഏതാവത് വിവരം? എനിക്ക് ആ പേര് കേൾക്കുന്നേ ഇഷ്ടമല്ല. എന്നെ വേണ്ടാത്ത ആള് എന്നെ കളഞ്ഞിട്ട് പോയി. ഞാൻ അങ്ങനെ കൂട്ടിട്ടുള്ളൂ. ഞാനും ഇവിടെ ഒറ്റയ്ക്കായി, അമ്മാളും ഒറ്റയ്ക്കായി. അമ്മാളിനൊരു തുണയായി ഞാനിവിടെ കഴിഞ്ഞോട്ടെ. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. ദേവമാളൊന്നും കേട്ടിട്ടുമില്ല. ഞാൻ ഇറങ്ങുക. ഒക്കെ ഓരോ നാടകങ്ങളല്ലേ, നമ്മൾ ആടിത്തീരാത്ത കഥാപാത്രങ്ങൾ. എന്നാലും കൗസല്യ കർമ്മഫലത്തെ തേടാതെ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ ലോകത്തെ കടമ. ഓരോരുത്തർ അവരവരുടെ വേഷങ്ങൾ ആടിത്തിമിർക്കും. വേഷം കഴിയുമ്പോൾ അതഴിച്ചു വെച്ച് അവർ വേദി വിടും. పోగట్టే పోయేవరా అప్పా ఏం చూస్తున్నా చూడు నీళ్ళు చాలా బాగుంది ఇక్కడ రామా ఇక్కడ రా ഇവളതാ ഏ ഉയിര് ജീവിച്ചിരുന്ന കാലത്ത് ദേഹം സത്യമായിരുന്നു. ഇപ്പോഴതൊരു പിടിച്ചാരം. ബാക്കിയായ മോഹങ്ങളും പേറി യാത്രയായവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ ജലാഞ്ജലി. ദേഹമെരിഞ്ഞ പട്ടടച്ചൂടിനേക്കാളും കർമ്മനൊമ്പരങ്ങളുടെ പാപച്ചൂടിൽ ഉരുകുകയാണ് ആത്മാക്കളെന്ന് വിശ്വാസം. ഇവിടെ ഈ ഭസ്മം നനയുമ്പോൾ പുണ്യത്തിൻ്റെ കുളിസ്പർശമായി അത് മാറുകയാണ്. ചിതാഭസ്മ നിമഞ്ജനത്തിൻ്റെ സാരമിതാണ്. എന്നെ വിട്ടു പോയവരെ വീണ്ടും പാക്ക മുടിയുമാ? ജാതസ്യ ഹി ധ്രുവോർ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതും അർഹസി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാ ഗീതയിൽ. അമ്മളെ ദുഃഖം വേണ്ട. നാം ആരെക്കുറിച്ചെങ്കിലും വ്യസനിച്ചോ നമ്മെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ വ്യസനിക്കും. നാം ആരെക്കുറിച്ചെങ്കിലും സന്തോഷിച്ചോ നമ്മെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ സന്തോഷിക്കും. ഭാവനയ്ക്ക് ഭാവം ഫലമെന്ന് വസിഷ്ഠ ഗുഹയിലെ സന്യാസി. എല്ലാവരും സന്തോഷമുള്ളവരാണെന്ന് കരുതൂ. ഒരു മഹാപുരുഷനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഈ ഹരിക്കിപ്പോഴും ജ്ഞാനമില്ല അമ്മളെ. തേടി അലയുകയാണ്. ഗംഗോത്രിയിലും വാരണാസിയിലും കുടജാദ്രിയിലും ഇപ്പതാ ഇവിടെ ഈ കൽപ്പാത്തിയിലും. ഇവിടെ എൻ്റെ വേഷം വേദപഠനശാലയിലെ വാദ്യാര്. രുദ്രപ്രയാഗിൽ നിന്നും കേദാർനാഥിലേക്കുള്ള വഴിയിൽ വലതുവശത്തൊരു ജലരാശിയുണ്ട്. അവിടെ സൂര്യരശ്മികളും ജലബിന്ദുക്കളും കൂടി ചേർന്ന് മഴവില്ലുണ്ടാക്കുന്നത് നോക്കി നിന്നൊരു നിമിഷം ഹൃദയത്തിൽ ഒരുൾക്കിടിലമുണ്ടായി. ഒരിടിമിന്നൽ. ജ്ഞാനവും അജ്ഞാനവും ഒന്നായി തീർന്ന നിമിഷം. അന്ന് മനസ്സിലായി അമ്മളെ ജ്ഞാനമെന്താ അജ്ഞാനമെന്താണെന്ന്. അമ്മാളെ ജലരാശി ഒന്ന് കാണാൻ പോണം. ഈ വയസ്സുകാലത്തിന് ഞാനോ? ഒന്നും അവസാനിക്കുന്നില്ല, ഒന്നും ആരംഭിക്കുന്നുമില്ല. അനാദിയായ കാലത്തിന്റെ ഏതോ ഒരു തുമ്പിലാണ് നാമൊക്കെ. ചില കാര്യങ്ങൾ
ദേവമാളനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ഇനി അറിയേണ്ടത് സത്യഭാമയെക്കുറിച്ചല്ലേ?